ശ്രീരാമനും സീതയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് ഹനുമാന്റെ പക്കൽ രാഘവനെ അറിയിക്കാനായി സീതാദേവി പറഞ്ഞയച്ച അടയാളവാക്യം. ആഞ്ജനേയൻ ജാനകിയെ കണ്ടെത്തിയെന്ന് രാഘവന് ബോധ്യം വരുത്തുവാൻ വേണ്ടിയാണ് ഈ കാര്യം ദേവി ഹനുമാനോട് അറിയിച്ചത്. അതിന്റെ ഒപ്പം തന്നെ സീതാദേവി തന്റെ മുടിയിൽ അണിയുന്ന ഒരാഭരണവും ഹനുമാൻ ഏൽപ്പിച്ചു. രാഘവന്റെ അടുത്ത് തിരികെ എത്തിയ വായുപുത്രൻ ചൂടാമണി ശ്രീരാമനെ ഏൽപ്പിച്ചപ്പോൾ സീതാദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെയും കൂടെ പറയുന്നുണ്ട്. ഈ ചൂടാമണി കണ്ടപ്പോൾ രാഘവൻ അത്യധികം സന്തുഷ്ടനായി. ദേവിയെ നീരിൽ കണ്ടതുപോലെ തന്നെ രാമൻ സന്തോഷിച്ചു. ജലത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ രത്നം. ഇത് പണ്ട് ഇന്ദ്രനാൽ സമ്മാനിക്കപ്പെട്ടതാണ്. അത് വിദേഹ രാജാവായ ജനകൻ മകളായ ജാനകിക്ക് നൽകി. ഈ വരാഭരണമാണ് സീതാദേവി വിവാഹ സമയത്ത് മുടിയിൽ അണിഞ്ഞിരുന്നത്. അത്യധികം ശോഭയോടെ ദേവിയുടെ മുടിയിഴകളിൽ പരിലസിച്ചിരുന്ന ആ ചൂടാമണി കയ്യിലെടുത്ത രാഘവൻ ജാനകി ഓർത്ത് ദുഃഖിതനായി. പതിവ്രതയായി തുടരുന്ന മൈഥിലി അവിടെ രാക്ഷസിമാരുടെ ഇടയിൽ ഭയപ്പെട്ടവളായി, ശോഭയറ്റവളായി, രാഘവനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് സങ്കടത്തോടെ കഴിയുന്നതെന്ന് ഹനുമാന്റെ പക്കൽ നിന്നും കേട്ടപ്പോൾ സീതാദേവി ഉടനെ തന്നെ കാണാൻ രാഘവൻ ആഗ്രഹമുണ്ടായി. എന്റെ സീത എവിടെയാണോ അവിടേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് രാഘവൻ അരുളി ചെയ്തു. സീത ഇനിയും 1 മാസത്തേക്ക് മാത്രമേ തന്റെ ജീവൻ നിലനിർത്തി കാത്തിരിക്കുകയുള്ളൂ എന്ന് അറിവ് ലഭിച്ചതോടെ ഉടനെ തന്നെ സമുദ്രത്തിൽ അണ കെട്ടാൻ ശ്രീരാമാദികളും വാനര സംഘവും ഉറപ്പിച്ചു.